ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ മീനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, 3-ൽ വ്യാഴം, 4-ൽ ചൊവ്വ, 5-ൽ ബുധൻ, 6-ൽ സൂര്യൻ, 7-ൽ കേതു, 12-ൽ ശനി. 7-ര ശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജന്മത്തിൽ രാഹു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3-ൽ വ്യാഴൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4-ൽ ചൊവ്വ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദോഷകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ 7-ൽ കേതു നടന്നിരിക്കുന്നത് ദോഷകരമാണ്. പക്ഷേ സൂര്യചാരവസാൽ ഇവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതകളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിവൃത്തിയടയാനുള്ള സാധ്യതകളും ഗവൺമെൻറ് ജോലിക്കായി ശ്രമിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യതയും PSC ലിസ്റ്റുകളിൽ വന്നിരിക്കുന്നവർക്കെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം രേഖാമൂലം എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമോഷനും ഗവൺമെൻറ് ചില ലെവലിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പ്രമോഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശ യാത്രയ്ക്ക് വല്ല സ്ഥലമാറ്റങ്ങളെല്ലാം ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി ഗണപതിക്ക് കറുകമാല നടത്തുന്നത് മൂലം ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിഘ്നസ്ഥാനം രോഗസംബന്ധമായിട്ടോ കടസംബന്ധമായിട്ടോ അസുഖ സംബന്ധമായിട്ടോ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി വ്യാഴത്തിന് പരിഹാരം ചെയ്യുക. മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പരിഹാരം യഥാശക്തി വഴിപാട് ചെയ്യുക എന്നുള്ള പറയുന്നത്. 7ര ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ശനിയാഴ്ച നീരാഞ്ജന വഴിപാട് മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നത് മൂലം ദോഷാധിക്യം കുറയും. ജന്മത്തിൽ രാഹു നിൽക്കുന്ന കാരണം ആയില്യ പൂജ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും കൊടുക്കുന്നത് മൂലം ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സഹോദര ബന്ധങ്ങൾക്ക് ഉലച്ചകൾ വരുവാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ചില കൂട്ടുകാരെല്ലാം ചതിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഭവന സംബന്ധമായിട്ടുള്ള വല്ല കാര്യങ്ങളിലോ ഉദ്ദിഷ്ട കാര്യങ്ങളിലോ നടക്കാനോ അല്ലെങ്കിൽ ഭവനം നിർമ്മിക്കാനോ എല്ലാം പുറപ്പെടുന്ന സമയത്ത് ജാതക പരിശോധന അത്യാവശ്യപരമായിട്ട് കാണുന്നത്. 4-ൽ ചൊവ്വയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഭൂമി കാരകനായിട്ടുള്ള ചൊവ്വയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഭൂമിയെല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദോഷവുമായിട്ടുള്ള ഭൂമികളെല്ലാം പോയി പെട്ട് വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഭൂമി വാങ്ങിക്കുകയാണെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ആ ഭൂമിയെ പറ്റിയിട്ട് ഒന്ന് പ്രശ്നം വെച്ച് നോക്കി ഗുണപരമായിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കി എല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ ഉത്തമമായി. വാങ്ങിച്ചതിന് ശേഷം പരിഹാരം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഭൂമി വിൽക്കാൻ ഭയങ്കര തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൻ്റേതായിട്ടുള്ള പരിഹാര മാർഗങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ദോഷങ്ങൾ മാറി ഭൂമി വിൽക്കാൻ സഹായിക്കുന്നതാണ്. എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിളിച്ച് പറയുക. അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും സന്താനങ്ങളുടെ കാര്യത്തിൻ്റെ എല്ലാം ശ്രദ്ധ കുറച്ച് കൂടുതലായിട്ട് വേണം എന്നുള്ളത് കാണുന്നുണ്ട്. പൊതുവെ സൂര്യചാരവശാൽ ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള മാസങ്ങളാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പുരോഗമനം ഉണ്ടാവും. ബിസിനസ് പുരോഗമനങ്ങളുണ്ടാവും. ധനലാഭ വർധനവുണ്ടാവും. ധനാഭിവൃദ്ധിക്ക് വേണ്ടി നന്നായി കഠിനാധ്വാനം പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അനാരോഗ്യ പ്രശ്നങ്ങൾ അധികം വരുവാനുള്ള സാധ്യതയില്ല. തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാവും. ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിലും എഞ്ചിനീയർ മേഖലയിലും അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും അതുപോലെ ഷിപ്പ് യാർഡ് സംബന്ധമായിട്ടുള്ള മേഖലകളിലും എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലകളിലും 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരെയുള്ള ഇതിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് കാണുന്നത്. സ്വർണ്ണാഭരണ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് ഉചിതപരമായിട്ടുള്ള മേഖലയല്ല. വസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഗുണകരമാണ്. അലോപ്പതി മേഖലയിലും ഹോമിയോപ്പതി മേഖലയിലും ആയുർവേദ മേഖലയിലും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാധിക്യം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ സക്സസ് ആയിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവരെല്ലാം പൊതുവെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. പോലീസ് അധികാരികൾ മറ്റുള്ളവർക്കെല്ലാം സ്ഥാനമാന പദവികൾ ചിലപ്പോൾ സസ്പെൻഷനിലെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതിനായിട്ട് ചൊവ്വ, അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവത് സേവ നടത്തുന്നത് മൂലം ആ ദോഷങ്ങളെല്ലാം കുറച്ച് മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ വരുവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, അധികവും കടം വാങ്ങിച്ച് കൂട്ടാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ വളരെ പ്രയാസപ്പെടും എന്നുള്ള പറയുന്നത്. ഇല്ലാത്ത കടങ്ങൾ ഉണ്ടാക്കി വെക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് വളരെ ശ്രദ്ധാപൂർവം കഴിക്കണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേരെ
ഗുണകരമായിട്ടുള്ള സ്ഥാനമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തരപ്പെട്ട് വരുവാനുള്ള സാധ്യതകളും വിദേശ സംബന്ധമായിട്ടുള്ള ഗവൺമെൻറ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശ പഠനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പോകുകയാണെങ്കിൽ അവരുടെ ഗ്രഹസ്ഥിതി മറ്റുള്ളതെല്ലാം പരിശോധിച്ച് ജാതകം പരിശോധിച്ച് മാത്രം അവരെ അയച്ചാൽ മതി എന്നുള്ളത് പറയുന്നത്. അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസുകൾക്കെല്ലാം കുറച്ചൊരു ദോഷ സമയമാണ്, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതേ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ദോഷമില്ല. അതുപോലെ വക്കീലന്മാർ, അഡ്വക്കേറ്റില്ല, LLB പഠിക്കുന്നവർക്കെല്ലാം കുറച്ച് ദോഷ സമയമായിട്ടാണ് കാണുന്നത്. സ്റ്റുഡൻസ് മേഖലയിൽ പൊതുവെ പറയുകയാണെങ്കിൽ ടെക്നോളജി സംബന്ധമായിട്ടുള്ള MBA അങ്ങനെയുള്ള പഠിപ്പുകൾ പഠിക്കുന്നവർക്കെല്ലാം വലിയൊരു കുഴപ്പമില്ലാത്തൊരു സമയമാണ്. പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം ചിലപ്പോൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ എൻഗേജ്മെൻറ്റ് വരയ്ക്കും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വാക്കുകൾ തമ്മിൽ വർത്തമാനം പറയുന്ന വാക്കുകളിൽ സ്കൂൾ സംഭാഷണം അധികം കുറവാക്കുക, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആലോചിച്ച് വർത്തമാനം പറയുക എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. എന്നിരുന്നാലും മീനൻ രാശിക്കാർക്ക് അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് വെച്ചാൽ സെപ്റ്റംബർ 2, 3, 4, 5, 6 ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ്. ആ സമയങ്ങളിൽ സംബന്ധമായിട്ടുള്ളതാണ്. അത് വിട്ട് കഴിഞ്ഞ് സെപ്റ്റംബർ 9, 10, 11, 12, 13, 14, 15 ഈ ദിവസങ്ങളിലെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ദോഷം എന്ന് പറയുന്നത് 7, 8, 9, 10, 11 5 ദിവസം ദോഷ സമയമാണ്. ആ സമയങ്ങളിലെല്ലാം ദോഷപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളത് കാരണം കൊണ്ട് ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത്. യാത്രകളുണ്ടെന്നും പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്ടർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ പെരുകയാണ് ആ സമയത്ത് എന്തെങ്കിലും അസുഖ സംബന്ധമായിട്ട് എക്സ്റേ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് സംബന്ധമായിട്ടോ എല്ലാം ആ ദിവസങ്ങളിൽ പെരുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം നടത്തണം എന്നുള്ളത് പറയുന്നത്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കൊടുക്കുന്നതാണ്, വിളിച്ചിട്ട് അതിനുള്ള പരിഹാരം നടത്തിയിട്ട് ടെസ്റ്റുകൾ പറ്റും. കാരണം വെച്ചാൽ ആ ഉദ്ദിഷ്ട സമയം 7 തൊട്ട് 11-ാം തീയതി വരെയ്ക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവോ പോസിറ്റീവോ ആകും എന്നുള്ള ഒരു ടെൻഷനെല്ലാം ഉണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ ചെയ്തിട്ട് അത് എന്തായാലും വരും തങ്ങിയെന്നല്ല, ദോഷാധിക്യം കുറഞ്ഞു വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രാശിപ്രകാരം തന്നെ മീനം രാശിക്കാർക്ക് ചെയ്യാവുന്ന പറ്റുന്നതുകൊണ്ട് പൂരോട്ട നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു പ്രീതി, ഉത്രട്ട നക്ഷത്രക്കാർക്ക് ശനിപ്രീതി, രേവ നക്ഷത്രക്കാർക്ക് ശ്രീരാമ പ്രീതി എന്താ ചെയ്ത് വേണ്ടിവരിക്കും ദോഷാധിക്യം കുറഞ്ഞു വരും. നമസ്കാരം.